ആരായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു? എന്തായിരുന്നു ആ മനുഷ്യന്റെ പ്രത്യേകത എന്നെല്ലാം നാം അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ പദ്ധതിയോടുകൂടി നടന്നൊരു കാര്യം പോലെയാണ് നമുക്ക് തോന്നുക. നമ്മൾ കേൾക്കുന്നത് പോലെ പെട്ടെന്നൊരു ദിവസം പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹ കേട്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളല്ല ഉമർ റളിയല്ലാഹു അൻഹു. മറിച്ച് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ അതിനുള്ള സ്വാധീനം ഊട്ടിയുറപ്പിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അവസാനം അതിന്റെ പാരമ്യത്തിലെത്തുമ്പോഴാണ് ഷിർക്കിന്റെ അന്ധകാരം വലിച്ചെറിഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ വലിയ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ആദ്യമായി ഇസ്ലാമിനോട് അദ്ദേഹത്തിന് അഭിനിവേശം തോന്നുന്ന ഒരു സംഭവം ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ വായിക്കാറുണ്ട്. അദ്ദേഹം ഒരിക്കൽ മദ്യപാനത്തിന് വേണ്ടിയിട്ട് തന്റെ കൂട്ടുകാരോടൊക്കെ ഒത്ത് കുറച്ചൊന്ന് മദ്യപിക്കാൻ, ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ ഒക്കെ മുന്നേ, എത്രയോ മുന്നെയാണ്, കുറച്ചൊന്ന് മദ്യപിച്ച് കുറച്ചൊന്ന് കമ്പനിയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് അവർ സാധാരണ കൂടാറുള്ള സ്ഥലത്തേക്ക് പോവാൻ. അവിടെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരവിടെ ഇല്ല. മദ്യപാനം നടക്കുന്ന സ്ഥലം മുഴുവൻ ശൂന്യമാണ്, അവിടെ ആരും ഇല്ല. അങ്ങനെ അദ്ദേഹം തീരുമാനം മാറ്റിയിട്ട് അദ്ദേഹം കാബയുടെ അടുത്തേക്ക് വരികയാണ്. ഏതായാലും മദ്യപിക്കാൻ പറ്റിയില്ല, ഇനി കുറച്ച് ദൈവങ്ങളെ വിളിച്ച് ആരാധിച്ചിട്ടൊക്കെ പോകാം. അന്നേരം മുശ്രിക്കാണ് ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം കാബയുടെ അടുത്ത് പോയപ്പോഴും കാബയും ശൂന്യമാണ്, കാബയുടെ പരിസരത്തും ആരുമില്ല. പക്ഷേ ഒരു നിഴൽ, ഒരു ഏകാന്തമായൊരു രൂപം ആ കാബയെ ചുറ്റുന്നതായി ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയപ്പോ നാളുകളായി തന്റെ മനസ്സിൽ ഇത്രയേറെ വെറുപ്പും ഇത്രയേറെ വിദ്വേഷവുമുള്ള, തരം കിട്ടിയാൽ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ആയിരുന്നു ആ കഅബയിൽ ഏകാഗിയായി തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും ഉമർ പ്രവാചകനെ ഉപദ്രവിക്കാൻ തുനിഞ്ഞില്ല. അദ്ദേഹം വിചാരിച്ചു, എന്താണ് ഇയാൾ ഈ ഒറ്റക്കിരുന്ന്, ഇപ്പൊ ആരും കാണാനില്ലല്ലോ, ആരും കേൾക്കാനുമില്ല, ഈ ഒറ്റക്കിരുന്ന് പറയുന്നതിന് എന്തായാലും ആത്മാർത്ഥത ഉണ്ടാവുമല്ലോ, എന്താണെന്ന് കേട്ടുകളയാം എന്ന് വിചാരിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്തേക്ക് വളരെ രഹസ്യമായി, അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ ചെന്നു. അദ്ദേഹം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. കഅബം ചുറ്റിക്കൊണ്ട് തവാഫ് ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുകയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നേരത്തെ കഅബ നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള കഅബയല്ല. ഉള്ളിൽ 300 ചില്ലാനം വിഗ്രഹങ്ങളും പുറത്തു 100 കണക്കിന് വിഗ്രഹങ്ങളാൽ മുഖരിതമായ, ചുറ്റപ്പെട്ട, നിറഞ്ഞു നിൽക്കുന്ന ഒരു കഅബയാണ്. ആ കഅബയാണ് പ്രവാചകൻ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പാരായണം ചെയ്യുന്നത് സൂറത്തുൽ ഹാഖയാണ്. ആ ഹാഖയുടെ പാരായണത്തിൽ ഉമർ അല്പനേരം ഒന്ന് മയങ്ങിപ്പോയി. അതിന്റെ വശ്യസുന്ദരമായ വചനങ്ങളിൽ, ശ്രവ്യാനന്ദകരമായ അതിന്റെ ആയത്തുകളിൽ ഉമർ ഒരു നിമിഷം എല്ലാം മറന്നു, എല്ലാം വിസ്മരിച്ചു പോയി. തന്റെ ശത്രുവാണിത് പാരായണം ചെയ്യുന്നത് എന്ന കാര്യം പോലും ഉമർ അല്പനിമിഷം മറന്നുപോയി. അപ്പോഴാണ് പ്രവാചകൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നത്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇത് ഉന്നതനായ, ഏറ്റവും അത്യുന്നതനായ, മഹാനായ, മാന്യനായ ഒരു ദൂതന്റെ വാക്കുകളാകുന്നു. ഇതിങ്ങനെ കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിചാരിച്ചു, സംഗതി ഇയാളോട് എനിക്ക് ഒരുപാട് വിയോജിപ്പുകളുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ മനുഷ്യൻ പാരായണം ചെയ്യുന്ന വചനങ്ങൾ വല്ലാത്ത കാവ്യം തന്നെ, എത്ര സുന്ദരമായ കവിതയാണ്, ഇയാൾ എത്ര കഴിവുള്ള കവിയാണ് ഇയാൾ എന്നൊക്കെ ചിന്തിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത അങ്ങനെ കാട് കയറുന്ന സമയമാണ് പ്രവാചകൻ അടുത്ത ആയത്ത് പാരായണം ചെയ്യുന്നത്. വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലം മാ തുഅ്മിനൂൻ. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കവിതയോ ഒരു കവിയുടെ വാക്കുകളോ അല്ല, നിങ്ങൾ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. ഇത് കേട്ടപ്പോൾ ഉമറിന്റെ മനസ്സൊരു അങ്കലാപ്പുണ്ടായി, ഒരു പേടിയുണ്ടായി, ഭയപ്പാടുണ്ടായി. വളരെ രഹസ്യമായി ഞാനിവിടെ വന്നിരിക്കുന്നത് ഇയാൾ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. ഇയാൾ കവിയൊന്നും അല്ല, മറിച്ച് മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കൈനോട്ടക്കാരനോ ഒരു ജ്യോത്സ്യനോ പിശാചുക്കൾ പലതും പറഞ്ഞു കൊടുക്കുന്ന ഒരു മാരണക്കാരനോ മറ്റോ ആണ് എന്ന് ഉമർ അറിയാതെ ചിന്തിച്ചു പോയി. ആ സമയം അള്ളാഹുവിന്റെ റസൂൽ അടുത്ത ആയത്ത് പാരായണം ചെയ്തു. വലാ ബിഖൗലി കാഹിൻ ഖലീലം മാ തദക്കറൂൻ. ഇതൊരു ഭാവി പ്രവചനക്കാരന്റെ, ഇതൊരു ജ്യോത്സ്യന്റെ വാക്കുകളല്ല, നിങ്ങൾ വളരെ ചുരുക്കം ആളുകളെ ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നുള്ളൂ, ചിന്തിക്കുന്നുള്ളൂ. ഉമറിന്റെ മനസ്സിൽ വല്ലാത്തൊരു അങ്കലാപ്പ്.
പിന്നെ ഈ വാക്കെന്താണ്, ഈ വചനം എന്താണ്? സുന്ദരമായ കവിതയെ വല്ലുന്ന ജ്യോത്സ്യന്മാരുടെ വാക്കുകൾക്കപ്പുറത്തുള്ള ഈ വാക്കുകൾ എന്താണ്? അതാ പരിശുദ്ധ ഖുർആന്റെ അടുത്ത വചനം, തൻസീലും മിർ റബ്ബിൽ ആലമീൻ. സർവലോക രക്ഷിതാവായ അല്ലാഹുവിൽ നിന്ന് അവതീർണമായ പരിശുദ്ധമായ ഗ്രന്ഥമാകുന്നു ഇത്. വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാബീൽ ലഅഖദനാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين. ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ഏതാനും വാക്കുകൾ അദ്ദേഹം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വലത് കൈയിൽ ഞാൻ പിടികൂടുകയും അദ്ദേഹത്തിന്റെ കണ്ടനാടിയെ ഞാൻ മുറിച്ചു കളയുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ വാക്കുകളാണ്, പ്രവാചകനെ കുറിച്ച് പറഞ്ഞതാണ്. ഇതുകൂടി ആയപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് ആകെ അതിന് കീഴ്പ്പെട്ടു. ഉമറിന് സ്വന്തം നിയന്ത്രണം നഷ്ടപ്പെടുന്ന പോലായി. അപ്പോ അബൂജഹലിന്റെ ഈ മുത്തുബത്തിന്റെ എല്ലാം വാക്കുകൾ ഉമറിന് ഓർമ്മ വന്നു. എന്താ ഓർമ്മ വന്നത്? മുഹമ്മദ് പാരായണം ചെയ്യുന്ന ഖുർആൻ നിങ്ങൾ ഒരിക്കലും കേട്ടുപോകരുത്. അത് കേട്ടാൽ നിങ്ങൾ അതിന് അടിപ്പെട്ടു പോകും. അത് മാരണമാണ്, സിഹറാണ്. അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ ഓടിക്കണം എന്ന ഈ ഖുറൈശി നേതാക്കന്മാരുടെ വാക്കുകൾ ഉമറിന്റെ മനസ്സിലൊരു വെല്ലടി ഒട്ടിച്ചു. അദ്ദേഹം എത്രയും പെട്ടെന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആ വചനങ്ങൾ ഇങ്ങനെ മതിച്ചുകൊണ്ടേയിരുന്നു. ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് വല്ലാതെ വേദന വന്നുകൊണ്ടേയിരുന്നു. അയാൾ അദ്ദേഹം ഇസ്ലാം പറയുന്ന പല സംഗതികളും ഇങ്ങനെ ആവർത്തിച്ച് ആലോചിച്ചുകൊണ്ടേയിരുന്നു. എന്താണ് പറയാ, എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ ഇസ്ലാമിലേക്ക് വരാൻ കാത്തിരിക്കുന്നൊരവസ്ഥയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പാകപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ അളിയനും അദ്ദേഹത്തിന്റെ പെങ്ങളും ഇസ്ലാം സ്വീകരിക്കുന്നത്. അതാണ് നമ്മൾ പണ്ട് തൊട്ടേ കേട്ട സംഭവം. ആ ഒരു വീട്ടിലെത്തി ഉമർ റളിയല്ലാഹു അൻഹു, ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ എന്ന വചനങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പൊട്ടിക്കരയിപ്പിച്ചതും തന്റെ സകല അഭിമാനബോധവും ജാഹിലിയ്യത്തിന്റെ സകല തരത്തിലുള്ള മിഥ്യാബോധങ്ങളും ദുരഭിമാനങ്ങളും വെടിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് വഴിവെട്ടി കൊടുത്തതും ആ ഒരു സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹുവിന് ഫാറൂഖ് എന്ന് പേര് വന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും വഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആലോചനകളും അഭിപ്രായങ്ങളുമാണ്. അത്ഭുതപ്പെട്ടു നമ്മൾ. ബദറിൽ 70ഓളം തടവുകാരെ പിടിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു, ഇവരെന്ത് ചെയ്യണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താരതമ്യേന വളരെ ലോലമായ ഒരു മനസ്സിന്റെ ഉടമസ്ഥനാണ്, കാരുണ്യമുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമസ്ഥനാണ് അബൂബക്കർ സിദ്ദീഖ്. അദ്ദേഹം പറഞ്ഞു, റസൂൽ, അവരെ നമുക്ക് വെറുതെ വിടാം, അവരോട് നമുക്ക് നഷ്ടപരിഹാരങ്ങളും വാങ്ങിക്കൊണ്ട് അവരെ നമുക്ക് വെറുതെ വിടാം, അവർ നമ്മുടെ കുടുംബക്കാരല്ലേ, നമ്മുടെ നാട്ടുകാരല്ലേ. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഒരൊറ്റെണ്ണത്തിന് വെറുതെ വിടരുത്, എല്ലാറ്റിനെയും കൊന്നുകളയണം, എല്ലാറ്റിനെയും തലവെട്ടണം. അദ്ദേഹം ചിന്തിച്ചത് വേറെ രൂപത്തിലാണ്. കാരണം ആ പിടിക്കപ്പെട്ട ആളുകളെല്ലാം വീരശൂര പരാക്രമികളാണ്. അവർ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ വീണ്ടും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മദീനയെയും മുച്ചൂടും നശിപ്പിക്കാനുള്ള കോപ്പുകൂട്ടലിലായിരിക്കും അവരുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അവർ രക്ഷപ്പെടാതിരിക്കുക എന്നത് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും സംരക്ഷണത്തിന് വളരെ അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരെ കൊന്നുകളയുക എന്നതാണ് പ്രവാചകനെ അഭികാമ്യം. പക്ഷെ റസൂൽ സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തി കൊടുത്തു. അല്ലാഹു എന്താ പറഞ്ഞത്? പരിശുദ്ധ ഖുർആനിൽ ഉമറിന് അനുകൂലമായ വചനങ്ങൾ അല്ലാഹു അവതരിപ്പിച്ചു. അല്ലാഹു പറഞ്ഞു, മാ കാന ലിന്നബി അൻ യകൂന ലഹു അസ്റാ ഹത്താ യുസ്ഖിന ഫിൽ അർദ് തുരീദൂന അർദദ് ദുനിയാ വല്ലാഹു യുരീദുൽ ആഖിറ. ഒരു പ്രവാചകനും ഭൂമിയിൽ വിജയം കൈവരിക്കുന്നവൻ ഒരാളെയും തടവിൽ വെക്കാൻ സാധ്യമല്ല, തടവിൽ വെക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദുനിയാവിന്റെ സൗന്ദര്യമാണ്, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ആഖിറമാണ്. ഈ ആയത്തിലൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തെ അള്ളാഹു ശരിവെക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണമാണ് കൃത്യമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒന്നാമത്തെ സന്ദർഭം ഇതാണ്. രണ്ടാമത്തെ സംഭവം, പ്രിയപ്പെട്ടവരെ, മദീന പള്ളിയുടെ പണി പൂർത്തിയായി 5 വഖ്ത് നമസ്കാരവും മുസ്ലിങ്ങൾക്ക് ലഭിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് 5 വഖ്ത് നമസ്കാരവും നിർബന്ധമായി. ഈ നമസ്കാരത്തിന്റെ സമയം അറിയിക്കാനുള്ള വഴി എന്താണെന്ന് മുസ്ലിങ്ങൾ ഇങ്ങനെ കൂടിയാലോചിക്കുകയാണ്. ചില ആളുകൾ പറഞ്ഞു, ജൂതന്മാർ മുഴക്കുന്നത് പോലെ നമുക്ക് കാഹളം മുഴക്കാം. മദീനയിൽ മുഴുവൻ ആ കാഹളം മുഴങ്ങുമ്പോ ആളുകൾ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വന്നേക്കാം. ചില അല്ലാഹുവിന്റെ റസൂൽ അത് സ്വീകരിച്ചില്ല.
സ്വഹാബികളും അത് സ്വീകരിച്ചില്ല. രണ്ടാമതായി അവർ പറഞ്ഞു, ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ നമുക്ക് മണിയടിക്കാം, വലിയ മണി കൊണ്ടുവന്ന് അത് നിർമ്മിച്ചുകൊണ്ട് അത് അടിച്ചുകൊണ്ട് ആളുകളെ സമയം അറിയിക്കാം. അങ്ങനെ അവരത് തീരുമാനിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ മണിയടിക്കുന്നതിന് വേണ്ടിയുള്ള ചുറ്റിക കൊണ്ടുവരുന്നതിന് വേണ്ടി ഏൽപ്പിക്കുകയാണ്. അന്ന് രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബോധനത്തിന്റെ ഏറ്റവും വലിയായ ബാങ്ക് എന്ന് പറയുന്ന അദാൻ എന്ന് പറയുന്ന വഴി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ തിരഞ്ഞെടുക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഉപയോഗിക്കുകയാണ്. ഉമർ ദാ സ്വപ്നം കാണുന്നു. എന്താണ്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി തഹ്ലീലിന്റെ ധ്വനികളിൽ അവസാനിക്കുന്ന പരിശുദ്ധമായ ബാങ്കിന്റെ വാക്കുകൾ ഉമർ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു പല സഹാബികളും സ്വപ്നം കാണുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് ഈ സഹാബികളും ഉമർ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ജുമായുടെ സലാം പറഞ്ഞതിന് ശേഷം ഈ പള്ളിയിൽ വെച്ച് പോലും നമ്മൾ കേട്ട പരിശുദ്ധമായ ഹറമുകളുടെ മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന, ലോകത്തിന്റെ കോടാനുകോടി പള്ളികളിൽ നിന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ബാങ്കുണ്ടല്ലോ, അദാനുണ്ടല്ലോ, ഈ ഭൂമിയുടെ മുകളിൽ ഒരു നിമിഷം പോലും നിലക്കാതെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ബാങ്കുണ്ടല്ലോ, ആ ബാങ്ക് യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിന് നൽകാൻ അള്ളാഹു തിരഞ്ഞെടുത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണെന്ന് പരിശുദ്ധ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവിടെയും അവസാനിച്ചില്ല. മുനാഫിക്കുകളുടെ വിഷയത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ മരണപ്പെട്ടപ്പോ എത്രയോ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഉണ്ടാക്കിയ ഉഹദ് യുദ്ധത്തിന്റെ രണഭൂമിയിൽ വെച്ച് 350ഓളം പടയാളികളുമായി പിന്തിരിഞ്ഞു കളഞ്ഞ മുസ്ലിം സൈന്യത്തെ കൊലക്ക് കൊടുക്കാൻ തയ്യാറായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോ അള്ളാന്റെ റസൂല് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയം ഉമറദാ കൈപിടിക്കുകയാണ്. എന്നിട്ട് റസൂലിനോട് പറയുകയാണ്, റസൂലെ നമസ്കരിക്കുന്നയാൾ മുനാഫിഖാണ്, അയാൾ ഇസ്ലാമിൽ ഒരുപാട് കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ആളാണ്, നമസ്കരിക്കരുത് നബിയെ എന്ന് പറഞ്ഞപ്പോ എന്നിട്ട് ഉമർ ഓതി കൊടുക്കുകയാണ്, ഇസ്തഗ്ഫിർ ലഹും മൗലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും. അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്തു കൊള്ളുക. 70 വട്ടം നബിയെ അങ്ങ് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാലും അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്ന പ്രശ്നമില്ലെന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനം ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ ഓതി കേൾപ്പിക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ നിലപാട് മറ്റൊന്നായിരുന്നു. 70-ലധികം തവണ ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന് അല്ലാഹു പുറത്തു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആ 70-ലധികം തവണയും അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ കാരുണ്യക്കടലായ പ്രവാചകൻ തയ്യാറായിരുന്നു. കാരുണ്യത്തിന്റെ പ്രതീകമായ റസൂല് തയ്യാറായിരുന്നു. അങ്ങനെ പ്രവാചകൻ അതാ നമസ്കരിക്കുകയാണ്, ആ മുനാഫിഖിന്റെ മയ്യത്ത് നമസ്കരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അതേ അഭിപ്രായം ശരിവെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുകയാണ്, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ വലാ തഖും അലാ ഖബ്രി ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി. വല്ലാത്തൊരായത്താണ് അല്ലാഹു പറയുകയാണ്, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. നബിയെ മരണപ്പെട്ടു പോയ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിനെ പോലെയുള്ള ഒരു മനുഷ്യന്റെ മയ്യിത്തും അങ്ങ് നമസ്കരിച്ചു പോകരുത്. വലാ തഖും അലാ ഖബ്രി, അവരുടെ ഖബറിന്റെ അടുത്ത് താങ്കൾ നിന്നു പോകുകയും ചെയ്യരുത്. ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി, നിശ്ചയം അവർ അല്ലാഹുവും അവന്റെ റസൂലിലും വിശ്വസിച്ചവരാണെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൈ പിടിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത അതേ സംഗതി, അതേ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെയും അവസാനിച്ചില്ല. മദ്യനിരോധനത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇടപെട്ടതാരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് ഒരിക്കൽ ഉമർ വരികയാണ്. എന്നിട്ട് ഈ മദ്യത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചും കുഴപ്പങ്ങളെ കുറിച്ചും ചോദിക്കുകയാണ്. ആയത്തിറങ്ങുന്നു, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസി വഇസ്മുഹുമാ അക്ബർ മിൻ നഫഇഹിമാ. മദ്യത്തെ കുറിച്ച് അവർ അങ്ങയോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. ആ മദ്യത്തിൽ ജനങ്ങൾക്ക് സുഖമുണ്ടാക്കുന്ന, ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാക്കുന്ന ചിലതുണ്ടെങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന തിന്മ ആ നന്മയേക്കാൾ എത്രയോ ഭയാനകമാണ് എന്ന് അല്ലാഹു ബോധവൽക്കരണം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് ഉമർ വരുന്നു പ്രവാചകന്റെ സന്നിധിയിൽ. എന്നിട്ടും ഒരു പരാതി പറയുകയാണ്, നബിയെ, ഒരുപാട് മുസ്ലിങ്ങൾ ഇതാ മദ്യപിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്. കള്ളിന്റെ ഉന്മത്തതയിൽ നിന്നുകൊണ്ട്, മദ്യത്തിന്റെ ലഹരിയിലായിക്കൊണ്ട് അവർ
എങ്ങനെ നമസ്കരിക്കുകയാണ് നബിയെ, ഇതിനെന്താണ് ഒരു പരിഹാരം? അള്ളാഹുവാണ് മറുപടി പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ മദ്യലഹരിയിലായിരിക്കുമ്പോൾ നമസ്കരിക്കാതിരിക്കുക. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാത്ത അവസ്ഥയിലാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നമസ്കരിക്കാതിരിക്കുക. അവിടെ ഉമർ ശ്രമം അവസാനിപ്പിച്ചില്ല. മൂന്നാമതും ഉമർ വരികയാണ്, എന്നിട്ട് പറയുകയാണ്, റസൂലേ, നമസ്കാരത്തിൽ നിന്ന് തടയാൻ, അതുപോലെ തന്നെ പരസ്പരം ശത്രുതയുണ്ടാക്കാൻ ഈ മദ്യം കാരണമാകുന്നു എന്ന ഉമറിന്റെ ഇടപെടാതെയുള്ള ഇടപെടലുകളും അദ്ദേഹത്തിന്റെ അശാന്ത പരിശ്രമങ്ങളും ഒടുവിൽ അല്ലാഹു ആയച്ചിറക്കുകയാണ്. അന്തിമ വിധി വരികയാണ്, ഇന്നമാ യുരീദു ശൈത്താനു അയ്യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ ഫഹൽ അൻതും മുൻതഹൂൻ. മൂന്ന് വാക്കുകൾ ഉമറിന്റെ ശ്രമഫലമായി അള്ളാഹു ഉമറിന്റെ ശ്രമത്തെ അതിനൊരു കാരണമാക്കിയതാണ്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ പിന്തിരിയാൻ തയ്യാറുണ്ടോ എന്ന വചനം ഉമറിന്റെ ശ്രമഫലമാണ്. അവിടെയും അവസാനിച്ചില്ല പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ ആദ്യഘട്ടത്തിൽ നിഖാബിടാതെ, മൂടുപടമിടാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചില ഞരമ്പ് രോഗികളുടെ, മോശപ്പെട്ട ആളുകളുടെ ചില വർത്തമാനങ്ങളും നോട്ടങ്ങളും എല്ലാം ഉമറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ പ്രവാചകനോട് പോയി അത് ധരിപ്പിച്ചു. ആ സന്ദർഭത്തിലാണ് പ്രവാചക പത്നിമാർക്ക് മൂടുപടം നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആയത്തിറങ്ങുന്നത്. ഇങ്ങനെ എത്രയോ സന്ദർഭങ്ങളിൽ ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ അദ്ദേഹം. എന്താണ്? ഇബ്രാഹിം മഖാം മുസല്ലയായി പ്രഖ്യാപിച്ചാൽ എത്ര നന്നായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി ഇബ്രാഹിം മഖാം മുസല്ലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉമറിന്റെ ചിന്തകളും ഉമറിന്റെ വാക്കുകളും ഉമറിന്റെ അഭിപ്രായങ്ങളുമെല്ലാം ആയത്തുകളിലൂടെ പ്രതിഫലിക്കുന്നത് കണ്ടപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറിനെ സ്നേഹത്തോടെ വിളിച്ചത് അൽ ഫാറൂഖ്, സത്യാസത്യ വിവേചകൻ. ഉമറിന്റെ നാവിലൂടെ, ഉമറിന്റെ മനസ്സിലൂടെ, ഉമറിന്റെ നിലപാടുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം എന്താണെന്ന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. തന്റെ പ്രിയപ്പെട്ട ആ അനുയായിക്ക് അല്ലാഹു നൽകിയ ആ അനിതര സാധാരണമായ കഴിവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നന്നായി ഉപയോഗിച്ചു. പ്രവാചകൻ എത്ര ആപൽഘട്ട, ഏത് വലിയ അത്യന്താപേക്ഷിതമായ ഘട്ടത്തിലും ഉമർ റളിയല്ലാഹു വിളിച്ച് അദ്ദേഹത്തോട് കൂടിയാലോചിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുത്തു. ആ മനുഷ്യൻ ഇത്രയും ക്വാളിറ്റികളുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും തന്റെ തീരുമാനങ്ങൾക്ക് അവലംബവും ആശ്രയവുമാക്കുന്ന, അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് നിദാനമായ അഭിപ്രായങ്ങളും പരിശ്രമങ്ങളും നടത്തിയ ആ മനുഷ്യനിലൂടെയാണ് പിന്നീട് ഖുദ്സിന്റെ മോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യമാക്കുന്നത്. രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ഇസ്ലാമിന്റെ ഭരണം വന്നപ്പോ അദ്ദേഹത്തിന്റെ ഭരണം സുപ്രസിദ്ധമാണ്. എത്രയോ ആളുകൾ അദ്ദേഹത്തിന്റെ ഭരണത്തെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഖുദ്സ് കീഴടക്കാമെന്ന ഒരു സന്ദർഭം തന്നെയുണ്ട്. പ്രിയപ്പെട്ടവർ, റോമക്കാരുടെ അടിച്ചമർത്തലിൽ വീർപ്പുമുട്ടുകയായിരുന്ന ഖുദ്സിൽ താമസിച്ചിരുന്ന അന്തേവാസികൾ തന്നെയാണ് ഉമർ നേരിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത്. അവരുടെ അഭിപ്രായ പ്രകാരം ഉമർ സിറയുടെ ഭാഗത്തേക്ക് വരുന്നൊരു രംഗമുണ്ട്. കുടിക്കാനുള്ള കുറച്ച് വെള്ളവും കഴിക്കാനുള്ള കുറച്ച് ഈത്തപ്പഴവും മാത്രമായി തന്റെ പ്രിയപ്പെട്ട ഏതാനും അനുയായികളോടൊപ്പം, ഏതാനും സ്വഹാബികളോടൊപ്പം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഞ്ചാരം. അദ്ദേഹത്തെ സ്വീകരിക്കാമെന്ന ഖാലിദ് ബിൻ വലീദ് അടക്കമുള്ള അദ്ദേഹത്തിന്റെ സേനാനായകന്മാർ അവർക്ക് കുറച്ചു കാലം സിറയിൽ നിന്നപ്പോൾ തന്നെ അവിടെയുള്ള സമ്പന്നമായ ജീവിതം, അവരുടെ വേഷഭൂഷാദികളിൽ മാറ്റം വരുത്തിയിരുന്നു. അവരുടെ തിളങ്ങുന്ന വസ്ത്രങ്ങളും ആർഭാടപൂർണമായ അവരുടെ വാഹനങ്ങളും എല്ലാം കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കുതിരയിൽ നിന്ന് ചാടിയിറങ്ങി. എന്നിട്ട് അദ്ദേഹം പൊട്ടിത്തെറിച്ചു. ആ സമയം സേനാനായകന്മാർ ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഖലീഫ, ഇത് ഞങ്ങളുടെ വാളുകൾ ഒളിപ്പിച്ചു വെക്കുന്നതിന് വേണ്ടി, ഞങ്ങളുടെ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതിന് വേണ്ടി മാത്രം ധരിച്ച വസ്ത്രങ്ങളാണ്. ഞങ്ങൾ ആർഭാടങ്ങളിൽ മുഴുകിപ്പോയിട്ടില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഡമാസ്കസിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് അവിടെയുള്ള ഉന്നതമായ പർവ്വത നിരയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് സുന്ദരമായ ഡമാസ്കസിന്റെ, ആ ഖുദ്സിന്റെ ഭൂമിയുടെ, സിറിയയുടെ പച്ചവിരിച്ച, മക്കയിൽ നിന്നും മദീനയിൽ നിന്നും വ്യത്യസ്തമാണ് സിറിയൻ പ്രദേശങ്ങൾ. കാടുകളും പുൽമേടുകളും കൃഷിഭൂമികളുമായി നിറഞ്ഞു നിൽക്കുന്ന പച്ചവിരിച്ച ആ പ്രദേശം നോക്കിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? ഈ പ്രദേശത്തിന്റെ അധികാരം തന്റെ കയ്യിലേക്ക് വരുമ്പോ അതിൽ വഞ്ചിതനായി പോകുകയല്ല ഉമർ ചെയ്തത്,
മറിച്ച് ആ പ്രദേശങ്ങൾ നോക്കിക്കൊണ്ട് ഉമർ പാരായണം ചെയ്തു. കം തറകൂ മിൻ ജന്നാത്തിൻ വഅയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമതിൻ കാനൂ ഫീഹാ ഫഖീൻ. എത്രയെത്ര പൂന്തോട്ടങ്ങളാണ്, എത്രയെത്ര സുന്ദരമായ സൗധങ്ങളാണ്, എത്രയെത്ര കൊട്ടാരങ്ങളാണ്, എത്രയെത്ര അരുവികളാണ് ചരിത്രത്തിന്റെ ഇന്നലകളിൽ രാജാക്കന്മാരും കുബേരന്മാരും പ്രഭുക്കന്മാരും വിട്ടേച്ചു പോയത് എന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനം ഉമർ റളിയല്ലാഹു അൻഹു ആ പർവ്വത നിരക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് ആലപിച്ചു, പാരായണം ചെയ്തു. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് കഴിഞ്ഞ് ഖുദ്സിലേക്ക്, ആ പ്രദേശത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു പോകുന്ന ഒരു രംഗുണ്ട്. എങ്ങനെയെന്നറിയോ? ലാടം തഴഞ്ഞ് വളരെ പതുക്കെ മാത്രം നടക്കുന്ന ഒരു കുതിരപ്പുറത്ത്, ആർഭാടമൊന്നുമില്ലാതെ അദ്ദേഹം ധരിച്ച കമ്പിളി പുതപ്പിൽ 14 തുന്നുകൾ ഉണ്ടായിരുന്നു. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഖുദ്സിലേക്ക്, ഖുദ്സ് കീഴടക്കാൻ പോവാൻ, അതിന്റെ അധികാരം ഏറ്റെടുക്കാൻ പോവാൻ ആ പോകുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ധരിച്ച കമ്പിളി വസ്ത്രത്തിൽ 14 തുന്നുകൾ ഉണ്ടായിരുന്നു. 14 തുണിക്കഷ്ണങ്ങൾ വെച്ച് ഓട്ടയടച്ച ഒരു കമ്പിളി പുതപ്പുമായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ടേക്ക് പോകുന്നത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോ വല്ലാത്ത പ്രയാസായി, അദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യം പിടിച്ചു. ക്രിസ്ത്യാനികൾ ഇത് കണ്ട എന്താ വിചാരിക്ക, അവരെന്താ ചിന്തിക്ക എന്ന് പറഞ്ഞു അദ്ദേഹം നല്ല പടവളപ്പുള്ള പുതിയ വസ്ത്രം ഉമർ റളിയല്ലാഹു അൻഹുവിന് നൽകി. നല്ല ഗാംഭീര്യമുള്ള വാഹനം ഉമർ റളിയല്ലാഹു അൻഹു നൽകി. അദ്ദേഹം അത് സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം താൻ ഇട്ടിരിക്കുന്ന വസ്ത്രം അടിച്ചു, അത് അലക്കി വൃത്തിയാക്കി. എന്നിട്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കൊടുത്ത ആ വസ്ത്രം ഉണ്ടല്ലോ, അത് തിരിച്ച് അദ്ദേഹത്തിന് കൊടുത്തിട്ട് അത് തന്നെ എടുത്തണിഞ്ഞു. 14 തുന്നുകളുള്ള ഒരു വസ്ത്രം ധരിച്ച ഒരു ഫക്കീറിനെ പോലെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഖുദ്സ് കീഴടക്കാൻ വേണ്ടി പോകുന്നത്. അബൂ ഉബൈദയുടെ തന്റെ കൂടെയുള്ള സേനാനായകന്മാരുടെ പ്രയാസങ്ങൾ കണ്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് ഇസ്സത്ത് തന്നത് വസ്ത്രധാരണമോ അതുപോലെ തന്നെ വാഹനത്തിലുള്ള പ്രൗഢിയോ ഒന്നുമല്ല, ഇസ്ലാമാണ് നമ്മുടെ ഇസ്സത്തിന്, അത് മാത്രം മതി എന്ന് പറഞ്ഞ് ഫക്കീറിന്റെ വേഷത്തിൽ, തനി ഫക്കീറിന്റെ വേഷത്തിൽ ലാടം തഴഞ്ഞ കുതിരക്ക് മുകളിൽ കയറിയിരുന്നു കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുദ്സിന്റെ ഭൂമിയിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, തുല്യനായ മറ്റൊരു നേതാവിനെ, അതിന് തുല്യമായ മറ്റൊരു ഭരണാധികാരിയെ ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അമുസ്ലിങ്ങളായ ചരിത്ര കുതുകികൾ പോലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിയത്, അദ്ദേഹത്തിന്റെ നീതിയെ വാഴ്ത്തിയത്. അദ്ദേഹം ഖുദ്സിന്റെ ഭരണം ഏറ്റെടുത്തു. എന്നിട്ട് അദ്ദേഹം അവിടെ എടുത്ത ചില നിലപാടുകളുണ്ട്. ആ കാലഘട്ടം വരെ തങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് എതിരഭിപ്രായം പറയുന്ന എല്ലാറ്റിനെയും അടിച്ചമർത്തുകയും കൊന്നുകളയുകയും ആക്രമിക്കുകയും ചെയ്തിരുന്ന റോമാ സാമ്രാജ്യത്തിൽ നിന്ന് വിഭിന്നമായി ഉമർ റളിയല്ലാഹു അൻഹു അവിടെ പ്രഖ്യാപിച്ചു. എന്താ പ്രഖ്യാപിച്ചത്? ക്രിസ്ത്യാനികളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇവിടെ ജീവിക്കാം, നിങ്ങളുടെ ആരാധനകൾ നിങ്ങൾക്ക് ഇവിടെ നടത്താം, നിങ്ങളുടെ പള്ളികളെ, നിങ്ങളുടെ ചർച്ചകളെ ആരും കയ്യേറില്ല. ജിസിയ തന്നാൽ സമാധാനത്തോടെ, മുസ്ലിങ്ങൾ നൽകേണ്ടത് സക്കാത്താണ്, അമുസ്ലിങ്ങൾ നൽകേണ്ടത് ജിസിയയാണ്. എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശം, തുല്യമായ സംരക്ഷണം, അതാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ കാഴ്ചവെച്ചത്. പ്രിയപ്പെട്ടവരെ, ദുഹാ നമസ്കാരത്തിന്റെ സമയമായപ്പോ അവിടെയുള്ള പുരോഹിതന്മാർ ഒരു ക്രിസ്ത്യൻ പള്ളി കാണിച്ചു കൊടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് നിസ്കരിച്ചോ. ഉമർ റളിയല്ലാഹു അൻഹു അതിന് കൂട്ടാക്കിയില്ല, അദ്ദേഹം അതിനെ സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഞാനിന്ന് ഇവിടുന്ന് നിസ്കരിച്ചാൽ പിൽക്കാലത്ത് മുസ്ലിങ്ങൾ ഉമർ നിസ്കരിച്ച സ്ഥലം എന്ന് പറഞ്ഞ് ഈ ചർച്ചിന് അവകാശം പറഞ്ഞു വരാൻ സാധ്യതയുണ്ട്, ഇവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇവിടെയുള്ള കമ്മ്യൂണൽ ഹാർമണി അതില്ലാതെയാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ നമസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പള്ളിയുടെ ദാവൂദ് നബിയുടെ മിഹ്റാബിന്റെ അടുത്ത് പോയിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കരിച്ചത്. സാമുദായിക ഐക്യത്തിന്റെ, ആഭ്യന്തര കലാപം ഇല്ലാതാക്കുന്നതിന്റെ എല്ലാ ശ്രമങ്ങളും ഉമർ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ നടത്തി എന്നതാണ്. എന്തുകൊണ്ടും മാതൃകാപരമായ ഒരു ഭരണമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു ഖുദ്സിന്റെ ഭൂമിയിലടക്കം മക്കയിലും മദീനയിലും റോമൻ പേർഷ്യ സാമ്രാജ്യങ്ങൾ ഇസ്ലാമിന്റെ കീഴിൽ വന്നപ്പോഴും നടത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് അങ്ങോട്ട് ജൂതന്മാരെ, അവിടെ റോമക്കാരുടെ അക്രമങ്ങൾ ഭയന്നുകൊണ്ട് നാടുവിട്ട ജൂതന്മാരുടെ ഒഴുക്കായിരുന്നു പിന്നീട് ഖുദ്സിന്റെ ഭൂമിയിലേക്ക്. മുസ്ലിങ്ങൾ തടഞ്ഞില്ല, മുസ്ലിങ്ങൾ അതിനെ തടഞ്ഞില്ല, സഹാബികൾ അതിനെ തടഞ്ഞില്ല, താബിഈങ്ങൾ അതിനെ തടഞ്ഞില്ല. ഏത് കാലഘട്ടം വരെ മുസ്ലിം ഉമ്മത്ത് അവിടെ ഭരണം നടത്തിയോ ആ കാലഘട്ടം വരെ ജൂതന്മാർക്ക് തുറന്നു കൊടുത്തു അവരുടെ ആരാധനാലയങ്ങളും അവരുടെ പ്രദേശങ്ങളുമെല്ലാം. പക്ഷേ ഇന്ന് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ജൂതന്മാർ അധികാരം കൈക്കലാക്കിയപ്പോ
പിഞ്ചു കുഞ്ഞുങ്ങളെന്നോ സ്ത്രീകളെന്നോ വൃദ്ധന്മാരെന്നോ വ്യത്യാസമില്ലാതെ കൊന്നു തള്ളുന്ന കിരാതമായ നടപടിയാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്ലാമും ജൂദായിസവും തമ്മിലുള്ള വ്യത്യാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലടിപ്പാടുകൾ അനുഗമിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലെത്തുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, NSSന്റെ ഈ അടുത്ത കാലത്തുള്ള അതിൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അതിൻ്റെ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള നോട്ട്സുമായി ബന്ധപ്പെട്ട് അവരിറക്കിയ ചില സംഗതികൾ ഒരുപാട് വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമല്ല, ഹോമോസെക്ഷലായ ആളുകൾ അവരെ പൂർണ്ണമായും നോർമലീകരിക്കുന്നതിന് വേണ്ടി, സാമാന്യവൽക്കരിക്കുന്നതിന് വേണ്ടി അതിൽ നടത്തിയ ചില ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. NSS എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ അടക്കം ടാക്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പൊതു സ്ഥാപനം അല്ലെങ്കിൽ പൊതു ഇൻസ്റ്റിറ്റ്യൂഷനാണല്ലോ. ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള വൃത്തികേടുകളും അധാർമികതകളും പ്രചരിപ്പിക്കാൻ, ഹോമോസെക്ഷാലിറ്റിയും ജെൻഡർ ന്യൂട്രാലിറ്റിയും എല്ലാം സയൻസായി അവതരിപ്പിക്കാൻ, അതിൽ ഒരു അടിസ്ഥാനവുമില്ലാത്ത ഒരു തരത്തിലുള്ള തെളിവുമില്ലാത്ത ചില ശാസ്ത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വളരെ ഖേദകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള കാലം സ്കൂളുകളുടെ സിലബസുകളിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സിലബസുകളിലുമെല്ലാം ഇത്തരത്തിലുള്ള വൃത്തികേടുകളുടെ വെള്ളപ്പൊക്കം ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജലപ്രളയമായിരിക്കും ഇത്തരത്തിലുള്ള വൃത്തികേടുകളുടെ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ മക്കളെ, നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ പ്രൊഫഷണലുകളെ കൃത്യമായി ഈ ഒരു വിഷയത്തിൽ ബോധവൽക്കരണം നടത്തുക എന്നതാണ്. ഈ അടുത്ത കാലത്ത് ഒരു കോളേജ് വിദ്യാർത്ഥികളോട് നടത്തിയ അഭിമുഖത്തിൽ അവർ വളരെ സ്ട്രോങ് ആയി, വളരെ ശക്തമായിട്ട് അവർ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഇന്റർവ്യൂ ആ കോളേജ് വിദ്യാർത്ഥികൾ പറയാൻ, എന്താണ് കുഴപ്പം അതിന്? ഹോമോസെക്ഷൽസിന് എന്താണ് കുഴപ്പം? അവരുടെ ഇഷ്ടമല്ലേ? അവരുടെ ഇഷ്ടം കൊണ്ട് അങ്ങനെ ആയതല്ലല്ലോ, അവരുടെ ഓറിയന്റേഷൻ അല്ലേ. ഞാൻ ഈ മിമ്പറിൽ വെച്ച് തന്നെ ആ വിഷയം നമ്മൾ ഡീറ്റെയിൽ ആയി സംസാരിച്ചിട്ടുണ്ട്. ഹോമോസെക്ഷുവാലിറ്റി എന്നത് മാത്രമല്ല ഒരു ഓറിയന്റേഷൻ പ്രോബ്ലം ആയിട്ടുള്ളത്. സൂഫിലിയ ഉണ്ട്, നെക്രോഫിലിയ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ഇതൊക്കെ ഇതിന്റെ ഒരു തുടക്കമാണ്. ഇനിയുള്ള കാലം നിങ്ങൾ നോക്കിക്കോ. പിഡോഫിലിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, പിഡോഫിലിയ എന്ന് പറഞ്ഞാൽ കുരുന്നു മക്കളോട് ലൈംഗികാഭിനിവേശം തോന്നുന്ന ഒരു വൈകൃതത്തിനാണ് പിഡോഫിലിയ എന്ന് പറയാം. ഈ പിഡോഫിലിയക്ക് വേണ്ടി വാദിക്കുന്ന 30-ലധികം സംഘടനകൾ ലോകത്തുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കോ? 30-ലധികം സംഘടനകൾ പിഡോഫിലിയക്ക് വേണ്ടി ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ട്. ന്യൂഗൺ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ പിഡോഫിലിയക്ക് വേണ്ടി അതിന് അങ്ങനെയുള്ള ആളുകൾക്കുള്ള അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിന് പ്രവർത്തിക്കുന്നവരാണ്. അംഗീകരിക്കാൻ കഴിയുമോ നമുക്ക്? ഇതൊക്കെയാണ് പിന്നീട് നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോകുന്നത്. അവർ വാദിക്കുന്ന എന്താ? കുട്ടികളെ ഇങ്ങനെ ലൈംഗിക ഇംഗിതത്തിന് വിധേയമാക്കുന്ന ഒരു പ്രശ്നമൊന്നുമില്ല, അവർക്ക് ആരോഗ്യമൊക്കെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവർക്കും അത് എൻജോയ് ചെയ്യാൻ കഴിയും എന്നൊക്കെയാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ ഹോമോസെക്ഷുവാലിറ്റി എന്നത് ഒരു തുടക്കം മാത്രമാണ്. ഇതിന്റെ പിന്നാലെ വൃത്തികേടുകളുടെ, അശ്ലീലതകളുടെ മഹാപ്രളയം നമ്മുടെ നാട്ടിൽ വരാനിരിക്കുകയാണ്. അതുകൊണ്ട് നാം നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഭദ്രമാക്കുക. ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ ശക്തമായി മുന്നിട്ട് നിൽക്കുക, സജീവമായി മുന്നിട്ട് നിൽക്കുക. ഒരു വാക്ക് കൊണ്ടുപോലും, ഒരു ചിന്ത കൊണ്ടുപോലും ഇത്തരം ചിന്താധാരയുടെ ഉള്ളിൽ നമ്മൾ അകപ്പെടാതിരിക്കുക. അള്ളാഹുവിന്റെ വലിയ പരീക്ഷണമാണിത്. രണ്ടായി മനുഷ്യ കുലം തന്നെ നമ്മുടെ നാട് രണ്ടായി പകുക്കും. ഒന്ന് അള്ളാഹുവിന്റെ ശിക്ഷയുടെ ലിസ്റ്റിലുള്ള ആളുകളായിരിക്കും, ഒന്ന് അള്ളാഹു അതിൽ നിന്ന് സംരക്ഷണം നൽകിയ ആളുകളുടെ കൂട്ടത്തിൽ. ഇത് വളരെ ചുരുക്കമായിരിക്കും. രണ്ടാമത് പറഞ്ഞത് എല്ലാവരും ഇതിനെ അനുകൂലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിനെതിരെയുള്ള പ്രവർത്തനം സജീവമാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് വെച്ച് നടന്ന സമ്മേളനം. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് ഈ വിഷയങ്ങൾ എന്താണ് അതിന്റെ യാഥാർത്ഥ്യമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിൽ മുഴുവൻ ഹൈസക്കുകൾ നടന്നത്. അൽഹംദുലില്ലാഹ്, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യമാണ് ഹൈസക്കുകൾ ഉണ്ടായത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പ്രോഫ്കോൺ നടക്കുകയാണ്, പ്രൊഫഷണൽ കോൺഫറൻസ് നടക്കുകയാണ്.
ഈ നമ്മുടെ നാട്ടിലുള്ള പ്രൊഫഷണൽ സ്റ്റുഡൻസിന്, എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ MBBS മെഡിക്കൽ വിദ്യാർത്ഥികളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി അവർക്ക് ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ പറഞ്ഞു കൊടുക്കുക, നല്ലൊരു മുസ്ലിമായി നല്ലൊരു മനുഷ്യനായി ജീവിക്കാനുള്ള കൃത്യമായ പരിശീലനവും സമഗ്രമായ പഠനവും അവർക്ക് നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ ഭാഗവാക്കുകളാകാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള അധാർമികതകളുടെയും വൃത്തികേടുകളുടെയും ജലപ്രളയം ഉണ്ടാകുമ്പോൾ അതിൽ യഥാർത്ഥ ഇസ്ലാമിന്റെയും ധാർമ്മികതയുടെയും പ്രതീകങ്ങളായി ഒഴുക്കിനെ ഭേദിക്കുന്ന ശക്തമായ നിലപാടെടുക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.